നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാം നഷ്ടപ്പെട്ടു, ഇനി സന്യാസമാകാമെന്ന് കെ മുരളീധരൻ. പാർട്ടിക്കും നേതാക്കൾക്കും ഒന്നും നഷ്ടപ്പെട്ടില്ല, നഷ്ടം തനിക്ക് മാത്രം. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തുറന്നടിച്ച മുരളീധരൻ. പാർട്ടി പറയുന്നതെല്ലാം അപ്പപ്പോൾ അനുസരിക്കുന്ന ശീലമാണ് എന്റേത്. എന്നാൽ ചില നേതാക്കളുടെ അനവസരത്തിലുള്ള ഇടപെടലുകളും പാർട്ടി തീരുമാനങ്ങളും നഷ്ടങ്ങൾ ഉണ്ടാക്കിയത് തനിക്ക് മാത്രമാണ്. ഇപ്പോൾ ഒരു പദവിയുമില്ലാതെ പൂർണ്ണമായും അവഗണിക്കപ്പെട്ട ഗതികേടിലാണ് ഞാനുള്ളത്. എന്നിട്ടും ശത്രുതാ മനോഭാവത്തോടുകൂടി തനിക്കെതിരെ അപവാദങ്ങളും വിരോധങ്ങളും പറഞ്ഞു നടക്കുകയാണ് നേതാക്കൾ. കോൺഗ്രസ് പാർട്ടിയുടെ വയനാട് ക്യാമ്പിൽ പ്രവർത്തകർ തന്നെ വിമർശിച്ചു എന്ന രീതിയിൽ ചിലർ പുറത്തുവിട്ട വാർത്തകൾ തന്നെ ക്ഷീണിപ്പിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. ഒരു കോൺഗ്രസ് നേതാവും പ്രവർത്തകനും വയനാട് ക്യാമ്പിൽ തന്നെ വിമർശിച്ചില്ല എന്നതാണ് വാസ്തവം. പാർട്ടിയെ അനുസരിച്ചതിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ട തന്നെ വീണ്ടും വീണ്ടും ആക്രമിക്കാനാണ് നേതാക്കന്മാർ ശ്രമിക്കുന്നതെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സന്യാസത്തിലേക്ക് പോകാൻ തയ്യാറാകേണ്ടി വരും എന്ന് കെ മുരളീധരൻ പ്രസ്താവിച്ചു. വടകര ലോക്സഭാ മണ്ഡലത്തിൽ വലിയ വിജയം നേടി 5 വർഷക്കാലം അവിടുത്തെ MP ആയി പ്രവർത്തിച്ച ആളാണ് താൻ. നിലവിൽ MP മാരായിട്ടുള്ള എല്ലാവരും വീണ്ടും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകണമെന്ന് തീരുമാനിച്ചത് കോൺഗ്രസ് ഹൈക്കമാൻഡായിരുന്നു. വളരെ മുൻകൂട്ടി ഈ പ്രഖ്യാപനം നടത്തിയതിനാൽ വടകരയിൽ മറ്റൊരു മണ്ഡലത്തിലും നടക്കാത്ത വിധത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുവാൻ കഴിഞ്ഞ ആളായിരുന്നു ഞാൻ. അവിടെ വീണ്ടും വലിയ വിജയം ഉറപ്പു തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം നോമിനേഷൻ സമർപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വടകരയിൽ നിന്നും തന്നെ മാറ്റുന്നതിനുള്ള നിർദ്ദേശമെടുത്തത് പാർട്ടി നേതൃത്വം തന്നെയായിരുന്നു. എന്തിനായിരുന്നു ആ മാറ്റമെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ചിലർ തന്റെ വളർച്ചയിലും നിലനിൽപ്പിലും അസൂയുള്ളവരായിരിക്കാം. അതുകൊണ്ടാണ് അവസാന നിമിഷത്തിൽ മണ്ഡലം മാറ്റം തീരുമാനമാക്കി തന്നെ തൃശ്ശൂരിൽ എത്തിച്ചത്. മണ്ഡലം മാറ്റത്തിന്റെ പ്രാധാന്യം സ്ഥാപിച്ചെടുക്കാൻ ചില നേതാക്കൾ കവടി നിരത്തി വലിയ മഹാത്ഭുതങ്ങൾ പ്രവചിച്ചു. മുരളീധരൻ എന്ന ശക്തനായ നേതാവ് തൃശ്ശൂരിൽ അത്യാവശ്യമാണെന്നും മറ്റാര് നിന്നാലും അവിടെ വിജയം ഉണ്ടാകില്ല എന്നൊക്കെ ചില നേതാക്കൾ പ്രവചിച്ചു. മാത്രവുമല്ല, തൃശ്ശൂരിൽ മുരളീധരൻ സ്ഥാനാർത്ഥിയായ പിന്നോക്ക സമുദായങ്ങളുടെയും ഭൂരിപക്ഷ സമുദായങ്ങളുടെയും വോട്ടുകൾ ഒഴുകിയെത്തും എന്നും പറഞ്ഞു. തൃശ്ശൂരിൽ MP ആയിരുന്ന TN പ്രതാപൻ അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നതാണ്. പ്രതാപനെ മാറ്റി തന്നെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പ്രതാപനും തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കളും ഒറ്റക്കെട്ടായി തനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഇടതുപക്ഷ കോട്ടകളിൽ വിള്ളൽ ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ BJP വോട്ടുകൾ കുറെയൊക്കെ നേടിയെടുക്കുവാനും കഴിയും എന്നൊക്കെയുള്ള പ്രവചനങ്ങളും ഉണ്ടായിരുന്നു. ഇത്തരം പ്രവചനങ്ങൾ നടത്തിയ നേതാക്കൾ തന്നെ താൻ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞപ്പോൾ തന്റെ വോട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി അണിയറ പ്രവർത്തനം നടത്തി എന്നതാണ് വാസ്തവമെന്ന് മുരളീധരൻ പറഞ്ഞു. പാർട്ടി പറയുന്നത് അനുസരിക്കുക എന്നത് ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ബാധ്യത തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പാർട്ടി പറയുന്നത് അതേപടി താൻ അനുസരിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇനി പഴയ ഈ സ്ഥിതി തുടരാൻ കഴിയില്ല. പാർട്ടി പറയുന്ന ഏത് കാര്യത്തിലും ഇടപെട്ട് ബലിയാടാകാൻ ഞാനില്ല എന്ന് മുരളീധരൻ തുറന്നടിച്ചു. വിജയം ഉറപ്പുള്ള മത്സരങ്ങൾക്ക് മാത്രമേ ഇനി ഞാൻ തയ്യാറാകൂ എന്നും അതല്ലാതെ വെട്ടിപ്പിടിക്കാനും പാർട്ടി നേതാക്കൾക്ക് അന്തസ് കാണിക്കാനും തന്നെ കരുവാക്കി മാറ്റുന്ന ഏർപ്പാട് സമ്മതിക്കില്ല എന്നും മുരളീധരൻ തുറന്നടിച്ചു. ഇത് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇനിയും തോൽവിയുടെ പാഠങ്ങൾ പഠിക്കാൻ തയ്യാറല്ല എന്നും ചില നേതാക്കൾക്ക് സ്വന്തം സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി ഗ്രൂപ്പ് കളിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്നും മുരളീധരൻ പറഞ്ഞു. പാർട്ടിയല്ല ഈ നേതാക്കൾക്ക് മുഖ്യം. അവർക്ക് അവരുടെ പദവികൾ സംരക്ഷിക്കാനും പാർട്ടിയെയും പാർലമെന്ററി സംവിധാനങ്ങളെയും അടക്കി ഭരിക്കുവാനും ആവേശം കാണിക്കുന്ന നേതാക്കളാണ് പാർട്ടിയുടെ ശാപമെന്ന് മുരളീധരൻ പറയുന്നുണ്ട്. നേതൃത്വത്തിന്റെ പോക്കിൽ കടുത്ത വിമർശനം രേഖപ്പെടുത്തുന്ന മുരളീധരൻ വലിയ നിരാശയിലാണ് പ്രസ്താവനകൾ അവസാനിപ്പിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി എത്ര വലിയ കടുത്ത പരീക്ഷണത്തെയും നേരിടുവാൻ തയ്യാറായ തനിക്ക് എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് എത്തുവാൻ കഴിഞ്ഞതെന്നും ഇനിയും തനിക്കെതിരെ നേതാക്കളുടെ ആക്രമണവും അപവാദ പ്രചാരണങ്ങളും തുടരുന്നുവെങ്കിൽ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ച് മൗനത്തിലേക്ക് മാറുന്ന തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് മുരളീധരൻ മുന്നറിയിപ്പ് നൽകി. ഇതൊക്കെ പറയുമ്പോഴും ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ള ഉണർവും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർട്ടിക്ക് വേണ്ടി നടത്തുന്ന ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളെ താൻ ആവേശത്തോടെ ഉൾക്കൊള്ളുകയാണ് എന്നുകൂടി മുരളീധരൻ പറഞ്ഞു വെച്ചു. പാർട്ടിയുടെ ഹൈക്കമാൻഡിന്റെ തന്റെ ഇന്നത്തെ ഗതികെട്ട അവസ്ഥ പരിശോധിക്കുന്നതിനും മാന്യമായ പരിഗണന ലഭ്യമാക്കുന്നതിന് ഇടപെടൽ നടത്തണം എന്ന ആവശ്യപ്പെടലിന്റെ ഭാഗം കൂടിയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ പുകഴ്ത്തിയുള്ള മുരളീധരന്റെ പ്രസ്താവന എന്നുകൂടി കണക്കാക്കേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.